അറിവിലേക്ക് സുസ്വാഗതം. നമ്മളൊക്കെ പേടി തട്ടാതിരിക്കാനായിട്ടും കണദോഷം വരാതിരിക്കാനായിട്ടുമൊക്കെ അമ്പലങ്ങളിൽ നിന്നും നമ്മൾ പൂജിച്ച ചരടുകൾ ധരിക്കാറുണ്ട്. അത് പല നിറത്തിലുള്ള ചരടുകളുണ്ട്. ചുവപ്പ്, മഞ്ഞ, കറുപ്പ്. പക്ഷേ ചില നാളുകാർക്ക് കറുത്ത ചരട് ധരിക്കരുത്. അത് അവർക്ക് കടം കയറാനൊക്കെ ഇടയാകുമെന്ന് നമുക്ക് ഒരു വിശ്വാസം. എന്താണ് അതിൻ്റെ കാരണമെന്ന് നോക്കാം. കറുത്ത ചരട് ധരിക്കുന്നവർ പല ആളുകളും നമുക്കിടയിലുണ്ടല്ലോ. അപ്പോൾ അവർ കയ്യിലായിട്ടും കാലിലായിട്ടും കഴുത്തിലും അരയിലുമൊക്കെ ഇത് ധരിക്കാറുമുണ്ട്. അപ്പോൾ പല ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ ചരട് ധരിക്കുന്നത്. ചിലരെ കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടിയും ചിലർ അമ്പലത്തിൽ നിന്നും പൂജിച്ച ചരടായിട്ടുമൊക്കെ കറുത്ത ചരട് ധരിക്കുന്നു. ചില നാളുകാർ ഇത് ധരിക്കുന്നത് അത്ര നല്ലതല്ല എന്നാണ് ജ്യോതിഷശാസ്ത്രം പറയുന്നത്. ഈ നാളുകാർ ഇത്തരം ചരട് ധരിച്ചാൽ ദോഷഫലമാണ് ഫലം. കറുത്ത ചരട് ധരിക്കാൻ പാടില്ല എന്നുള്ളവർ ഇത് ധരിക്കുന്നത് ദോഷം വരുത്തും തീർച്ച. ഇവർക്ക് പകരം ധരിക്കാൻ പറ്റുന്ന ചരടുകളുണ്ട്. ഇതേക്കുറിച്ച് നമുക്ക് നോക്കാം. മേടം രാശിയിൽപ്പെടുന്ന നക്ഷത്രക്കാരായ അശ്വതി, ഭരണി, കാർത്തിക, ആദ്യകാൽപാദം എന്നിവർ ഈ ചരട് ധരിക്കരുതാത്തവരാണ്. ഇവർക്ക് കറുത്ത ചരട് ദോഷമാണ് വരുത്തുക. ജീവിതത്തിൽ നിന്നും ദാരിദ്ര്യവും സങ്കടവും ഒഴിഞ്ഞു പോകില്ല എന്ന ബലമാണ് കറുത്ത ചരട് ഇവർ ധരിച്ചാൽ ഉണ്ടാവുക. ഈ രാശിയുടെ അധിപൻ ചൊവ്വയാണല്ലോ. ചൊവ്വയുടെ നിറമോ ചുവപ്പ്. ചുവപ്പിൻ്റെ വിപരീത ഫലമാണല്ലോ കറുപ്പ്. ഇതിനാലാണ് കറുപ്പ് ധരിക്കുന്നത് വിപരീത ഫലമായി ഇവർക്ക് വരുന്നത്. ഇനി വൃശ്ചികം രാശിയിൽ വിശാഖം, അവസാനത്തെ കാൽഭാഗം അനിഴം, തൃക്കേട്ട നാളുകാർക്കും കറുത്ത ചരട് അണിയുന്നത് ദോഷം വരുത്തുന്നു. കുംഭം രാശിയിൽ വരുന്നത് അവിട്ടം, അരഭാഗം, ചതയം, പൂരുരുട്ടാതി, ആദ്യമുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് കറുത്ത ചരട് ധരിക്കുന്നത് വളരെ ഉത്തമമാണ്. തുലാം രാശിയിൽ വരുന്ന ചിത്തിര, ചോതി, വിശാഖം നാളുകാർക്കും കറുത്ത ചരട് ധരിക്കാവുന്നതാണ്. ഇവർക്ക് കറുത്ത ചരട് ശിവക്ഷേത്രത്തിൽ പൂജിച്ച് വാങ്ങി ധരിക്കുന്നത് ഉത്തമ ഗുണം നൽകുന്ന ഒന്നാണ്. ആദ്യമായിട്ടാണ് എന്തെങ്കിലും അഥവാ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൻ കൂടി ഒന്ന് സ്പർശിക്കുക. അടുത്തൊരു വീഡിയോയിൽ വരും വരെ നന്ദി, നമസ്കാരം.